ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്കോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റീസെൻ്റായിട്ട് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയാണ്. പ്രധാനമായിട്ടും ഈ ഒരു പ്രശ്നം പോക്കോ X3 പ്രോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. പോക്കോ X3 Pro എന്ന് പറയുന്നത് ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അണ്ടർ 20,000 സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ആൻഡ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് ഫോണായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സെയിൽ നടന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം മദർ ബോർഡ് അടിച്ചു പോകുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പം എല്ലാവരും പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണമാണ് ഈ ഒരു മദർ ബോർഡ് അടിച്ചു പോകുന്നതെന്നാണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിനെയും മദർ ബോർഡ് അടിച്ചു പോകുന്നതുമില്ല. അപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത് മിക്കവാറും മദർ ബോർഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് മദർ ബോർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും കുറച്ച് ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള മദർ ബോർഡിനൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് അസംബിൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മദർ ബോർഡിന് വന്നിട്ടുണ്ടാവാം. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിയുന്ന സമയത്ത് ഈ മദർ ബോർഡിന് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വരുന്ന സമയത്തായിരിക്കണം മദർ ബോർഡ് അടിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഇൻഡസ്ട്രിയിൽ ഇതിനു മുമ്പും പറ്റിയിട്ടുണ്ട്. പല പ്രമുഖ കമ്പനീസിനും അവരുടെ സ്മാർട്ട് ഫോൺസൊക്കെ തിരിച്ചു വിളിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, പോക്കോ X3 Pro കയ്യിലുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാറണ്ടി പീരീഡിനുള്ളിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മദർ ബോർഡ് അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മദർ ബോർഡ് റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. മദർ ബോർഡ് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം പകുതി കൂടുതൽ, സ്മാർട്ട് ഫോണിൻ്റെ തന്നെ പകുതി കൂടുതൽ പൈസ ആവും മദർ ബോർഡ് റീപ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് വാറണ്ടി പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർ ചെയ്തു തരും. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പോക്കോ X3 Pro ആയിരിക്കത്തില്ല നിങ്ങൾക്ക് പകരമായിട്ട് കിട്ടുന്നത്. റെഡ്മി നോട്ട് 10 Pro Max ആയിരിക്കും. കാരണം പോക്കോ X3 Proയുടെ പ്രൊഡക്ഷനൊക്കെ അവർ നിർത്തിയിട്ടുണ്ട്. ഇനി വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മദർ ബോർഡ് അടിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോക്കോയ്ക്ക് മെയിൽ ചെയ്യുക. നിങ്ങളുടെ അടുത്ത ഷോറൂമിൽ നിങ്ങൾ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കുക. പോക്കോ പറഞ്ഞിട്ടുള്ളത് വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം മദർ ബോർഡ് അടിച്ചു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ അവരത് റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ അങ്ങനെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി നിങ്ങൾ വാറണ്ടി പീരീഡും കഴിഞ്ഞിട്ടുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. 10,000 രൂപയുടെ സ്മാർട്ട് ഫോണാണല്ലോ. ഓക്കെ, എത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം പോക്കോയുടെ ഡിവൈസ് എടുക്കണോ എന്നുള്ളതാണ്. പോക്കോ ഡിവൈസ് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പോക്കോ X3 Proയുടെ കുറച്ച് ഡിവൈസസിലാണ് ഈ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത്. അപ്പം പോക്കോ ഡിവൈസ് നിങ്ങൾക്ക് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും പോക്കോ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോക്കോ ഡിവൈസസിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓവറാൾ പോക്കോയെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.